നമസ്തേ. ആഴ്ചഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 18 മുതൽ 24 വരെ, അതായത് ചിങ്ങമാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ. ആദിത്യൻ ചിങ്ങൻ രാശിയിൽ, കേതു ചിങ്ങം രാശിയിൽ, വ്യാഴം കർക്കിടകം രാശിയിൽ, ബുധൻ ഇപ്പോൾ കർക്കിടകം രാശിയിൽ, 22-ന് ശേഷം അത് ചിങ്ങം രാശിയിലേക്ക് മാറും. 22-ന് ചിങ്ങൻ രാശിയിലേക്ക് മാറും. ശുക്രൻ കന്നി രാശിയിൽ, ശനി മീനം രാശിയിൽ, രാഹു കുംഭം രാശിയിൽ, ചൊവ്വ മിഥുനം രാശിയിൽ. ഈ ഗ്രഹങ്ങളുടെ യോഗമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫല നിരൂപണം. അപ്പോൾ ആദ്യം മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് ഒരു സമ്മിശ്ര ഫലമൊക്കെയാണ് ഈ ആഴ്ച. ആദ്യത്തിന് 5-ാം ഭാവത്തിലാവുമ്പോൾ, സ്വന്തം രാശിയിലാവുമ്പോൾ, ലഗ്നാധിപൻ 3-ലുമാണ് ചൊവ്വ. അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു ധൈര്യവും ലഗ്നാധിപൻ 3-ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ടത് ശുക്രൻ 2-7 ഭാവാധിപനാണ് ശുക്രൻ. അപ്പോൾ അത് 6-ാം ഭാവത്തിൽ നീചരാശിയിൽ നിൽക്കുന്നതിനാൽ തൊഴിൽ രംഗത്ത് പങ്കാളികളൊക്കെ ആയിട്ട്, തൊഴിൽ ആരെങ്കിലും കൂട്ട് ബിസിനസ്സൊക്കെ നടത്തുന്നവർ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സഹപ്രവർത്തകരൊക്കെ ആയിട്ട് തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളൊക്കെ ആയിട്ട്. ധനപരമായ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ 2-7 ഭാവാധിപനായ ശുക്രൻ നീചരാശിയിലാണ്. അപ്പോൾ വരവിനേക്കാൾ അപ്രതീക്ഷിത ചിലവുകൾ വരുത്തും. ആരോഗ്യരംഗത്ത് പ്രമേഹം പോലെയുള്ള രോഗങ്ങളുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. വയറുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ആഴ്ചയാണ്. അതുകൊണ്ട് ഭക്ഷണക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. ദാമ്പത്യത്തിൽ പങ്കാളിയായിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് തർക്കങ്ങളുണ്ടാകാം, ഈഗോ പ്രശ്നങ്ങളുണ്ടാവാം. പങ്കാളിക്ക് ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല. മക്കൾക്ക് ഗുണമാണ്, എങ്കിലും 5-ാം ഭാവത്തിൽ കേതുവാണ്. ആരോഗ്യപരമായോ അവരുടെ പെരുമാറ്റം മൂലമോ ഒക്കെ ചെറിയ ആശങ്കകൾ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകാം. സഹോദരങ്ങൾ പൊതുവെ ഗുണമായിരിക്കും. മാതാപിതാക്കളും പൊതുവെ അനുകൂലമായിരിക്കും മേടക്കൂറുകാർക്ക്. അടുത്ത ഇടവക്കൂറ്, കാർത്തികയുടെ അവസാന 3/4 ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. മാനസികമായിട്ടുള്ള ഒരു ചഞ്ചലത വർദ്ധിക്കുന്ന സമയമാണ്. തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. 10-ാം ഭാവത്തിൽ രാഹുവാണ്. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ, പുതിയ അവസരങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് വരാവുന്ന സമയമാണ്. പിന്നെ തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കേണ്ടത് മേലാധികാരികളിൽ നിന്ന് അധിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. ബുധൻ 22-ന് മാറുമ്പോൾ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാം. ധനപരമായിട്ട് പറയുമ്പോൾ 2-ാം ഭാവത്തിൽ ചൊവ്വയാണ്. അതുകൊണ്ട് പെട്ടെന്നുള്ള ചിലവുകൾ നിയന്ത്രിക്കാൻ പറ്റില്ല. 5-ാം ഭാവത്തിൽ ശുക്രൻ നീചരാശി കിടക്കുമ്പോൾ ലോട്ടറി അല്ലെങ്കിൽ ഓഹരി വിപണി ഒക്കെ താല്പര്യമുള്ളവർക്ക് ചില ദോഷങ്ങൾ വരാവുന്ന സമയമാണ്. അതുകൊണ്ട് ഭാഗ്യ പരീക്ഷണങ്ങൾ കുറയ്ക്കുക. ആഴ്ച മധ്യത്തോടു കൂടി, ബുധൻ്റെ മാറ്റത്തോടു കൂടിയൊക്കെ മുമ്പ് കിട്ടാനിരുന്ന ചില കുടിശ്ശികകൾ കിട്ടാനുള്ള സമയവും കൂടി ആണ്. ആരോഗ്യപരമായിട്ട് പറയുമ്പോൾ അലർജി രോഗങ്ങൾ അലട്ടാം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ദാമ്പത്യത്തിൽ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. സംശയം മൂലമുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാം. പ്രണയബന്ധത്തിൽ ചില ദോഷങ്ങൾ, ഈ സംശയം മൂലമുള്ള ചില ദോഷങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുട്ടികളുടെ കാര്യത്തിൽ 5-ാം ഭാവത്തിൽ ശുക്രൻ നീചരാശിയിൽ കിടക്കുമ്പോൾ അവരുടെ പഠന സംബന്ധമായോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടൊക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ മക്കൾക്ക് അത്ര അനുകൂലമല്ല. സഹോദരങ്ങളുടെ പിന്തുണയൊക്കെ ലഭിക്കാവുന്ന സമയം. മാതാവിനത്ര ആരോഗ്യപരമായിട്ട് അനുകൂലമല്ല. പിതാവായിട്ടുള്ള സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ അല്ലെങ്കിൽ സൗമ്യത ഒക്കെ പുലർത്തേണ്ടി വരും. ചില വാക്കുകൾ മൂലമുള്ള ചില ദോഷങ്ങളും ഇടവക്കൂറുകാർക്ക് വരാം മാതാപിതാക്കളുടെ ഇടയിൽ നിന്ന്. അപ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത മിഥുനക്കൂറ്, മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ 3/4 ഭാഗമാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് 10-ാം ഭാവത്തിൽ ശനിയാണ്, 2-ാം ഭാവത്തിൽ വ്യാഴവുമാണ്. അപ്പോൾ തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. ലഗ്നത്തിലെ ചൊവ്വ, തൊഴിൽ രംഗത്ത് അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ശാന്തമായിട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക, ശാന്തത പാലിക്കുക കാര്യങ്ങളിൽ. 2-ാം ഭാവത്തിൽ ഉച്ചത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സാമ്പത്തികപരമായിട്ട് ഗുണം നൽകും. എങ്കിലും ശുക്രൻ്റെ നീചസ്ഥിതി കുടുംബത്തിൽ ചില പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വരുത്താം. പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഒക്കെ വരാം. പങ്കാളിയുമായിട്ട് വിയോജിപ്പുകൾ വരാം. മക്കളുമായി ബന്ധപ്പെട്ട് ചെറിയ ആശങ്കകൾ വരാം.
22-ന് ശേഷം സഹോദരങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മാതാവിൻ്റെ ആരോഗ്യം അത്ര അനുകൂലമല്ല. വീടുമായിട്ട് ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ വരാം. അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികളിൽ ചില നഷ്ടങ്ങൾ, ധനനഷ്ടങ്ങൾ ഒക്കെ വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പിന്നെ പൊതുവെ ആരോഗ്യപരമായിട്ട് ഉഷ്ണരോഗങ്ങൾ, ഉറക്കക്കുറവ്, രക്തസമ്മർദ്ദം വർദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. യാത്രകളിൽ കുറച്ച് ശ്രദ്ധ പുലർത്തുന്നതും നല്ലതാണ്. അടുത്തത് കർക്കിടക്കൂറാണ്. കർക്കിടക്കൂറുകാർക്ക് പുണർത്തൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യ നക്ഷത്രമാണ് കർക്കിടക്കൂറ്. അവർക്ക് 4-ാം ഭാവാധിപൻ ശുക്രൻ, അത് നീചരാശിയിൽ 3-ല്. അപ്പോൾ തൊഴിലിൽ അല്പം ജോലിഭാരം ഒക്കെ വർദ്ധിക്കാം. ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകാം. 12-ാം ഭാവത്തിൽ ചൊവ്വയും കൂടിയാവുമ്പോൾ തൊഴിൽപരമായിട്ട് യാത്രകൾ ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് തർക്കങ്ങൾ ഒഴിവാക്കുക. എങ്കിലും ലഗ്നത്തിലെ വ്യാഴം ഉച്ചസ്ഥിതിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ധൈര്യം ഒക്കെ നൽകും. ധനപരമായിട്ട് കർക്കിടക്കൂറുകാരുടെ കാര്യം പറയുമ്പോൾ 2-ാം ഭാവത്തിൽ ആദിത്യനും കേതുവുമാണ്. അപ്പോൾ അനാവശ്യ ചിലവുകൾ, ധനപരമായിട്ട് ചെറിയ തടസ്സങ്ങൾ, ഇതൊക്കെ വരുത്താം. ധനപരമായിട്ട് നമുക്ക് കിട്ടാനുണ്ടായിരുന്ന കാശിൽ ഒക്കെ ചെറിയ തടസ്സങ്ങൾ വരുത്താം. അല്ലെങ്കിൽ എന്തെങ്കിലും വായ്പകളൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ചെറിയ തടസ്സങ്ങൾ വരുത്താം. സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ വഴിയോ കിട്ടേണ്ട ധനലാഭത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം. ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണിന് അല്ലെങ്കിൽ പല്ലിന് അല്ലെങ്കിൽ മുഖ സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാം. കുടുംബത്തിലെ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇളയ സഹോദരങ്ങളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പെട്ടെന്ന്, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ചെറിയ ഉത്കണ്ഠകൾ ഒക്കെ വരാം. പൊതുവെ മാതാപിതാക്കൾക്ക് ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല കർക്കിടക്കൂറുകാരുടെ. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്തത് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് 10-ാം ഭാവത്തിൽ ശുക്രൻ, 10-ാം ഭാവാധിപനായ ശുക്രൻ 2-ാം ഭാവത്തിൽ നീചരാശിയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ജോലി സ്ഥലത്ത് അർഹിച്ച അംഗീകാരം ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ സഹപ്രവർത്തകരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മേലാധികാരികളൊക്കെ ആയിട്ടുള്ള ആശയവിനിമയങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. കഠിന അധ്വാനത്തിന് ഫലം കിട്ടും. കാരണം 11-ാം ഭാവത്തിൽ ചൊവ്വയാണ്. പക്ഷെ 2-ലെ നീചനായ ശുക്രൻ, കന്നിരാശിയിലാണല്ലോ ശുക്രൻ. അപ്പോൾ 2-ാം ഭാവത്തിൽ നീച ശുക്രൻ. ധനപരമായ കാര്യത്തിൽ ശ്രദ്ധ വേണം, ജാഗ്രത വേണം. ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില ചിലവുകളോ ഒക്കെ വരുത്താം. രവിയും കേതുവുമാണ് ജന്മരാശിയിൽ. അപ്പോൾ സംസാരത്തിൽ കാർക്കശ്യം വരുത്താം. നിസ്സാര കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പൊതുവെ സന്താനങ്ങൾ അനുകൂലമാണ്. സഹോദരങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല. അവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ മുന്നിട്ട് ഇറങ്ങേണ്ടി വരാം. ആരോഗ്യപരമായിട്ട് പറയുമ്പോൾ ഉഷ്ണരോഗങ്ങൾ, തലവേദന പോലെയുള്ള രോഗങ്ങൾ, അമിതമായ ദേഷ്യം വരിക, മാനസികമായ സമ്മർദ്ദം വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അടുത്ത ആഴ്ച. അപ്പോൾ ബുധൻ ജന്മത്തിലേക്ക് മാറുമ്പോൾ 22-ന് ബുധൻ ജന്മത്തിലേക്ക് മാറുമ്പോൾ ചിന്തകളിലൊക്കെ നല്ല ഒരു ഗുണം നൽകും. ശ്രദ്ധിക്കേണ്ടത് ആരുമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ്. കന്നിക്കൂറിൻ്റെ 2-ഉം 9-ഉം ഭാവാധിപൻ ധനഭാഗ്യാധിപൻ നീചത്തിൽ സഞ്ചരിക്കുമ്പോൾ 10-ാം ഭാവത്തിൽ ചൊവ്വയുമാണ്. അപ്പോൾ 10-ാം ഭാവത്തിൽ ചൊവ്വ കർമ്മശേഷി വർദ്ധിപ്പിക്കും. എങ്കിലും സഹപ്രവർത്തകരൊക്കെ ആയിട്ട്, പങ്കാളിയൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. 22-ന് ബുധൻ 12-ലേക്ക് മാറും.
അപ്പോൾ തൊഴിലിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ശുക്രൻ നീചരാശിയിൽ സഞ്ചരിക്കുന്നു ലഗ്നത്തിൽ. അപ്പോൾ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. പ്രതീക്ഷിച്ച ധനവരവിന് തടസ്സങ്ങൾ ഉണ്ടാകും. ഭാഗ്യാനുകൂലം കുറയും. എങ്കിലും 11ാം ഭാവത്തിൽ വ്യാഴം, 6ലെ രാഹു. പെട്ടെന്നുള്ള സാമ്പത്തിക തടസ്സങ്ങളെ അതിജീവിക്കാനും കഴിയും. ആരോഗ്യപരമായിട്ട് പറയുമ്പോൾ ചർമ്മരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. ദാമ്പത്യത്തിൽ അനുകൂലമല്ല. 7 ശനിയും ലഗ്നത്തിൽ നീച ശുക്രനുമാണ്. അപ്പോൾ ദാമ്പത്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ സുതാര്യതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പങ്കാളിയുടെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഒരു വിട്ടുവീഴ്ച മനോഭാവമൊക്കെ കുടുംബജീവിതത്തിൽ അത്യാവശ്യം വേണ്ടി വരുന്ന സമയമാണ്. പൊതുവെ മക്കൾ അനുകൂലമാണ്. സഹോദരങ്ങളൊക്കെ ആയിട്ട് സഹകരണം ഉണ്ടാവും. എങ്കിലും വാക്കുകളിൽ ഒരു നിയന്ത്രണം പാലിക്കുക. ആരോടായാലും പിതാവിൻ്റെ ആരോഗ്യത്തിനോ അത്ര അനുകൂലമല്ല. പിതാവ് അല്ലെങ്കിൽ പിതൃസ്ഥാനീയരൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്ര ഗുണമല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ചെറിയ അസ്വാരസ്യങ്ങൾ ഈ പിതൃസ്ഥാനീയരൊക്കെ ആയിട്ട് ഉണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും. അടുത്ത തുലാക്കൂറ്. ചിത്തിരയുടെ അവസാന പകുതി. ചോതി വിശാഖത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. ലഗ്നാധിപനായ ശുക്രൻ 12ാം ഭാവത്തിൽ നീചരാശിയിൽ. ഊർജ്ജസ്വലത കുറയാം, ആത്മവിശ്വാസം കുറയാം. എങ്കിലും 10ാം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിൽ, 11ൽ ആദിത്യൻ. പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷണം നൽകും. അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവും. തൊഴിലിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. 11ലെ ആദിത്യൻ, 10ലെ വ്യാഴം. സാമ്പത്തിക ഗുണം വലിയ പ്രശ്നങ്ങളില്ല. 12ലെ ശുക്രനാണ്, ലഗ്നാധിപനാണ്. ചന്ദ്ര ലഗ്നാധിപനാണ്. അപ്പോൾ അനാവശ്യമായ ചിലവുകൾ, ആശുപത്രി ചിലവുകൾ, യാത്രകൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾ ഒക്കെ വരാവുന്ന ഒരാഴ്ചയാണ്. ആരോഗ്യപരമായിട്ട് പറയുമ്പോൾ ശരീരത്തിന് ക്ഷീണം. കാരണം ലഗ്നാധിപൻ നീചരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഉറക്കക്കുറവ്, ക്ഷീണം, അലസത, അലർജി രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, മാനസികമായി ചെറിയ രീതിയിലുള്ള ആശങ്കകൾ ഇതൊക്കെ വരാവുന്ന സമയമാണ്. 9ൽ ചൊവ്വ, 12ൽ നീച ശുക്രൻ. അപ്പോൾ ദാമ്പത്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. വിട്ടുവീഴ്ച മനോഭാവം അത്യാവശ്യമാണ്. സംസാരത്തിലും പ്രവൃത്തിയിലും വിട്ടുവീഴ്ച മനോഭാവം അത്യാവശ്യമാണ്. സഹോദരങ്ങളൊക്കെ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. പിതാവിൻ്റെ ആരോഗ്യം അത്ര അനുകൂലമല്ല. കൂടുതൽ ശ്രദ്ധ വേണം പിതാവിൻ്റെ കാര്യത്തിൽ. എങ്കിലും മാതാവിന് അനുകൂലമാണ്. മാതാവിൻ്റെ പിന്തുണയും സഹായവും ഒക്കെ ലഭിക്കാവുന്ന സമയം കൂടിയാണ്. അടുത്ത വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം. അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. തൊഴിൽപരമായിട്ട് പറയുമ്പോൾ 10ാം ഭാവത്തിൽ ആദിത്യനും കേതുവാണ്. അപ്പോൾ അനാവശ്യ തടസ്സങ്ങൾ തൊഴിൽ രംഗത്ത് ഉണ്ടാകാം. ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. എങ്കിലും ബുധൻ്റെ മാറ്റം ജോലിയുമായി ബന്ധപ്പെട്ട് ആശയവിനിമയത്തിൽ ഒക്കെ മെച്ചപ്പെടാം. അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകാം. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. അത് വർദ്ധിക്കാവുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. ദാമ്പത്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, പങ്കാളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വരാം. മക്കൾക്ക് പൊതുവെ അനുകൂലമാണ് 9ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ. പക്ഷേ 5ാം ഭാവത്തിൽ ശനിയാണ്. മക്കളെക്കുറിച്ചുള്ള ചില ഉത്കണ്ഠകൾ വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാകാം. അഷ്ടമത്തിൽ ചൊവ്വ. സഹോദരങ്ങളൊക്കെ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വാക്കുകൾ, പ്രവൃത്തികളൊക്കെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എങ്കിലും 9ൽ വ്യാഴം ഉച്ചസ്ഥിതിയാണ്. അപ്പോൾ പ്രതിസന്ധികളിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനും കഴിയും. ചിലവുകൾ, അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കും. ആവശ്യങ്ങൾ വർദ്ധിക്കും പണത്തിന് വേണ്ടിയിട്ടുള്ളത്. അടുത്ത ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. 10ാം ഭാവത്തിൽ നീചത്തിൽ സഞ്ചരിക്കുകയാണ് ധനുക്കൂറിന് ശുക്രൻ. അപ്പോൾ അർഹിച്ച അംഗീകാരം ലഭിക്കാൻ കാലതാമസം തൊഴിൽ രംഗത്ത് ഒക്കെ ഉണ്ടാവാം. നമുക്ക് കിട്ടേണ്ടതായ അംഗീകാരങ്ങൾ ലഭിക്കാൻ ചില കാലതാമസങ്ങളൊക്കെ വരുത്താം. പ്രത്യേകിച്ച് സ്ത്രീ ശത്രുക്കളൊക്കെ ഉണ്ടാവാം തൊഴിൽ രംഗത്ത്. ശ്രദ്ധിച്ച് വാക്കുകൾ, പ്രവൃത്തികളൊക്കെ മുന്നോട്ട് പോവുക. 9ലേക്ക് ബുധൻ്റെ മാറ്റം വരുമ്പോൾ മുമ്പ് തടസ്സപ്പെട്ട് കിട്ടാതിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഗുണമാണ്. ധനപരമായിട്ടൊക്കെ ആണെങ്കിലും അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കും. എങ്കിലും 3ാം ഭാവത്തിലെ രാഹുവാണ്. അതുകൊണ്ട് പെട്ടെന്നുള്ള ചെറിയ ധനലാഭവും ധനുക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമാണ്. ദാമ്പത്യത്തിൽ ശ്രദ്ധിക്കണം. 7ൽ ചൊവ്വ സഞ്ചരിക്കുന്നു.
സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിൽ ശ്രദ്ധിക്കണം. പിന്നെ ആരോഗ്യപരമായിട്ട് പറയുമ്പോൾ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അലർജി രോഗങ്ങൾ, ഭക്ഷണ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ധനക്കൂറുകാർ കൊടുക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് ചില ദോഷങ്ങളൊക്കെ വരാം, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത മകരക്കൂറ്, ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. മകരക്കൂറിൻ്റെ 10ാം ഭാവാധിപനായ ശുക്രനാണ് 9-ൽ. അപ്പോൾ തൊഴിൽ രംഗത്ത് അത് നീചരാശിയിലാണ്. അപ്പോൾ തൊഴിൽ രംഗത്ത് പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. തൊഴിൽപരമായ യാത്രകളിൽ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരാം. ബുധൻ 8-ലേക്ക് മാറും 22-ന്. അപ്പോൾ തൊഴിൽ രംഗത്ത് പുതിയ കരാറുകളൊക്കെ ഒപ്പുവെക്കുമ്പോൾ ശ്രദ്ധിക്കണം. വലിയ സാമ്പത്തിക കാര്യങ്ങൾ ധൃതി പിടിച്ച് എടുക്കരുത്. ചിങ്ങത്തിൽ ആദിത്യൻ, കേതു, ബുധൻ്റെ സ്ഥാനമാറ്റം, ഇതൊക്കെ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ, നെഞ്ചരിച്ചിൽ, രക്തസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാക്കാം. ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 7-ാം ഭാവത്തിൽ വ്യാഴായതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഒരു ആശ്വാസവും സമാധാനവും, പങ്കാളിയായിട്ടുണ്ടായിരുന്ന ഭിന്നത പരിഹരിക്കപ്പെടുകയൊക്കെ ചെയ്യാം. വിവാഹയോഗമൊക്കെ ഉണ്ട്. വിവാഹത്തിന് സമയമായവർക്ക് അല്ലെങ്കിൽ പ്രായമായവർക്കൊക്കെ വിവാഹയോഗവും കൂടി ഉള്ള സമയമാണ്. ശുക്രൻ നീചരാശിയാണ്, 5-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉണ്ടാകാം. അവരിൽ നിന്ന് ചില തിക്താനുഭവങ്ങളും ഉണ്ടാകാം. അതൊക്കെ ഈ സമയത്തിൻ്റെ ഇതാണെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോവുക. കൂടുതൽ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക. അടുത്തത് കുംഭക്കൂറ്, അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം, പിന്നെ പങ്കാളിത്ത ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇവരോടും പറയാനുള്ളത് പുതിയ കരാറുകളൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. തർക്കങ്ങൾ ഒഴിവാക്കുക. തൊഴിൽ സ്ഥലത്ത് പുതിയ തൊഴിലിൽ പ്രവേശിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കരാറുകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ കരാറൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒപ്പുവയ്ക്കുക. 9-ാം ഭാവത്തിൽ 9-ാം ഭാവാധിപനാണ് 8-ലെ നീചരാശിയിൽ. അപ്പോൾ കുറച്ച് ഭാഗ്യം കുറയുന്ന സമയമാണ്. വിചാരിച്ച സമയത്ത് ധനപരമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കാൻ തടസ്സങ്ങൾ നേരിടാം. ചില അപ്രതീക്ഷിത ചിലവുകൾ കുംഭക്കൂറുകാർക്ക് വരാം. വായ്പകളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില കാലതാമസങ്ങളും വരാവുന്ന സമയമാണ്. അലർജി സംബന്ധമായ അസുഖങ്ങൾ അലട്ടാം. ചൂട് സംബന്ധമായ അസുഖങ്ങൾ അലട്ടാം. ക്ഷീണം കൂടാം. കാരണം ജന്മരാഹുവാണ്, 7 ആയത്തിനും കേതുവാണ്. അപ്പോൾ മാനസികമായിട്ട് ചില ഉത്കണ്ഠകൾ വർദ്ധിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. 7-ാം ഭാവത്തിൽ ആയത്തിനും കേതുവും കൂടി ആവുമ്പോൾ ദാമ്പത്യത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം. അത് ശ്രദ്ധിക്കണം. വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സമാധാനക്കുറവ്. 4-ാം ഭാവാധിപൻ 8-ൽ സഞ്ചരിക്കുന്നു നീചരാശിയിൽ. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ടുള്ള സമാധാനക്കുറവ്, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. മാതാവിന് അത്ര ആരോഗ്യപരമായിട്ട് അനുകൂലമല്ല. മാതാവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. സഹോദരങ്ങളുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അടുത്ത മീനക്കൂറ്, പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ്. മീനക്കൂറിന് 6-ലാണ് ആദിത്യനും കേതുവൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ തൊഴിൽ രംഗത്ത് എതിരാളികളെ അതിജീവിക്കാൻ കഴിയും, തടസ്സങ്ങൾ മറികടക്കാൻ കഴിയും. 6-ലെ ആദിത്യം നല്ലതാണ്. അത് സ്വന്തം രാശിയാണ് ആദിത്യൻ്റെ. അപ്പോൾ പക്ഷേ 7-ൽ ശുക്രനാണ് നീചരാശിയിൽ. ദാമ്പത്യത്തിൽ അല്ലെങ്കിൽ കൂട്ടുകച്ചവടത്തിൽ, ബിസിനസ് പങ്കാളിത്തത്തിലൊക്കെ വളരെയധികം ജാഗ്രത വേണം. അപ്രതീക്ഷിത തൊഴിൽ പ്രതിസന്ധികൾ ഈ 7-ൽ നീചരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവാം. ബുധൻ 6-ലേക്ക് മാറും 22-ന്. അപ്പോൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ എടുക്കാൻ കഴിയും. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും. 5-ാം ഭാവത്തിൽ വ്യാഴാണ്. ധനപരമായിട്ട് വലിയ ആശ്വാസം നൽകുന്ന സമയം തന്നെയാണ്. പക്ഷേ ശുക്രൻ്റെ നീചസ്ഥിതിയാണ്. ചെറിയ യാത്രകൾ മൂലമോ പ്രതീക്ഷിക്കാത്ത ചിലവുകളൊക്കെ വരാം. അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നത് മൂലമൊക്കെയുള്ള ചിലവുകൾ വരാവുന്ന സമയമാണ്. 7-ാം ഭാവത്തിൽ ശുക്രൻ. അപ്പോൾ ദാമ്പത്യത്തിൽ ചെറിയ പിണക്കങ്ങൾ,
ആശയക്കുഴപ്പങ്ങൾ ഒക്കെ ഉണ്ടാകാം. എങ്കിലും മക്കൾ അനുകൂലമാണ്, അവർക്കും അനുകൂലമായ സമയമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇളയ സഹോദരങ്ങളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയും ഒക്കെ വരാവുന്ന സമയം കൂടി ആയതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇത് ഒരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അതറിഞ്ഞ് കേൾക്കുക. നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമൊക്കെ മെസ്സേജ് ചെയ്യുക. അതിനകത്തൊരു ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. സൗജന്യമായിട്ട് ഞാൻ ആർക്കും ഡേറ്റ് ഓഫ് ബർത്തും ടൈം വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുകയാണ്. അതിനകത്തൊരു ഫീസും ഞാൻ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും വ്യക്തിപരമായ കാര്യമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് നാമജപം മാത്രമാണ്. അതിനുശേഷമാണ് മറ്റെല്ലാ പരിഹാരങ്ങൾക്കും പ്രസക്തിയുള്ളൂ. അപ്പോൾ നാമം ജപിക്കുക, കലിയുഗമാണ്. നാമജപത്തിൻ്റെ പ്രാധാന്യം, പ്രസക്തി ഒക്കെ മനസ്സിലാക്കുക. സ്വയം നാമം ജപിക്കാതെ മറ്റെന്ത് പരിഹാരങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ഈ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം കണ്ടെത്തുക. ഒരുപാട് മാനസിക ടെൻഷനൊക്കെ കുറയും. ഒരുപാട് ധാർമ്മികമായ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയും. അങ്ങനെയുള്ള മനസ്സിന് ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ടാവും. അപ്പം നാമ ജപാദി കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുക. അത് ആദ്യം ചെയ്യുക, അതിനുശേഷം മറ്റെല്ലാ പരിഹാരങ്ങളും ചെയ്യുക. അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്ന് ഞാൻ എടുത്ത് വീണ്ടും പറയാണ്. നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ്. അതറിഞ്ഞ് കേൾക്കുക. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും